ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സ്വർണത്തിന് ഒരു പവന് 60,000 രൂപ കടന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില തൊട്ടാൽ പൊള്ളുന്നത് പോലെ ഇങ്ങനെ കുതിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കാറുണ്ടോ? നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ തരാറുണ്ട്. സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ടോ? എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. നമുക്കൊന്ന് പരിശോധിക്കാം. നവംബർ മുതൽ സ്വർണത്തിന്റെ വില അന്തമില്ലാതെ കുതിക്കുകയാണ്. ഇന്നലെയാണ് സ്വർണ്ണവില ആദ്യമായി 60,000 തൊട്ടത്. പവന് 60,200 രൂപയായിരുന്നു ഇന്നലത്തെ വില. പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 65,000-ഓളം രൂപ മുടക്കേണ്ടി വരും. ഏറെ ഡിമാൻഡുള്ള സീസണിൽ വില ഉയരുന്നത് വിവാഹ പാർട്ടികൾക്കുൾപ്പെടെ തിരിച്ചടിയാകും. ട്രംപിന്റെ വരവും ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും സ്വർണത്തിന്റെ വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. നികുതി വിഷയത്തിൽ ട്രംപിന്റെ നിലപാടുകൾ നിക്ഷേപകരെ ആശങ്കയിലാക്കി. തുടർന്ന് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതും വില കൂടാനിടയാക്കി. റഷ്യയുടെയും ചൈനയുടെയും കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വില ഉയരാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ 81% വർധനയാണുണ്ടായത്. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ മറ്റ് നിക്ഷേപങ്ങളെ എളുപ്പം ബാധിക്കുന്നതും സ്വർണത്തെ ആകർഷകമായ ഒരു നിക്ഷേപമാക്കി കാണാൻ പ്രേരിപ്പിക്കുന്നു. ഡീഡോളറൈസേഷനെതിരെ ശക്തമായ നടപടി ട്രംപ് എടുത്താൽ സ്വർണ്ണവില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം വീണ്ടും വില ഉയർത്തിയേക്കും. എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അയവ് വന്നാൽ സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് ട്രംപ് നിർദ്ദേശം നൽകിയത് സ്വർണ്ണവില കുറയാനുള്ള സൂചനയാണ്. റിസർച്ച് ഡെസ്ക് 24.